BJP ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഘടകകക്ഷികളുമായുള്ള സീറ്റ് ധാരണയിൽ അന്തിമ തീരുമാനമായിട്ടില്ല. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJPയുടെ തീരുമാനം. വിവരങ്ങളുമായി VS അനു ആണ് നമുക്കൊപ്പം ചേരുന്നത്. അനു, LDF ഇന്ന് തന്നെ ഏകദേശം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പട്ടികയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. UDF നാളെ അക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. BJP ഒരു ദിവസം കൂടി വൈകി ചൊവ്വാഴ്ചയാണ് അന്തിമ രൂപം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. പക്ഷേ എ ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചരണം അടക്കം ആരംഭിക്കുകയും ചെയ്തതാണ് BJP നേതാക്കൾ, NDA നേതാക്കൾ അടക്കം. അപ്പോൾ ഇനി എന്താണ് ഒരു താമസമുള്ളത്? ആരൊക്കെ തമ്മിലാണ് ഇനി തർക്കമുള്ളത് അല്ലെങ്കിൽ ചർച്ചകളുള്ളത്? സ്വാതി, യഥാർത്ഥത്തിലും NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചൊവ്വാഴ്ചയോടുകൂടിയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ BJPയുടെ സാധാരണയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും അതിനു മുമ്പ് തന്നെ നേതാക്കൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും, കഴക്കൂട്ടത്ത് V മുരളീധരനും, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, അതുകൂടാതെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. കാമരാജ് കോൺഗ്രസ് 5 സീറ്റ് വേണമെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ നൽകിയ 35 സീറ്റ് തന്നെ BDS നൽകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. 2020-ക്കും 20ഓളം സീറ്റുകൾ നൽകാനാണ് നിലവിൽ ധാരണ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് കൊച്ചിയിലാണ് ഉള്ളത്. അവിടെ ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും. തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന BJPയുടെ ജില്ലകളിൽ ഒന്ന്. ഇവിടെ ഏകദേശം 6-7 മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് BJP പറയുന്നത്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, ആറ്റുകൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJPയുടെ നീക്കം. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 30,000-ലധികം വോട്ടുകൾ നേടിയ ഈ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് കണക്ക് നോക്കുമ്പോൾ ഉള്ള മണ്ഡലങ്ങളുണ്ട്. അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിലും A+ ആയിട്ട് ഇപ്പോൾ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈ അക്കൗണ്ട് പൂട്ടിച്ച അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ് BJP ലക്ഷ്യപ്പെടുന്നത്. അതിനുവേണ്ടി എല്ലാ തരത്തിലും ആളും അർദ്ധവും ഇറക്കാനുള്ള നീക്കത്തിലാണ് BJP നേതൃത്വം ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പാറശാലയിൽ യുവമോർച്ചയുടെ നേതാവ് മനൂരെയാണ് അവിടെ ആലോചിക്കുന്നത്. നെടുമങ്ങാട് യുവരാജ് ഗോകുലും അഞ്ചരയോ സ്ഥാനാർത്ഥിയാകും. കോവളത്ത് തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരത്ത് കരമന ജയനെയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസുമായിട്ട് അഭിപ്രായ ഭിന്നതയുള്ള VS സുകുമാർ അരുവിക്കര കൂടെ ലഭിച്ചില്ല എങ്കിൽ പാർട്ടി വിട്ടു വന്നാൽ അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ മത്സരം സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. കഴക്കൂട്ടത്ത് മുരളീധരനും, വട്ടിയൂർക്കാവിൽ ശ്രീലേഖയും, ചിറയൻകീഴോ ആറ്റിങ്ങലോ, മുന്തിയിൽ ആശാനാഥ്, ചിറയൻകീഴോ ആറ്റിങ്ങലോ ആയിരിക്കും. ഇവിടങ്ങളിൽ നേരത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സുധീർ ഈ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലും പരിഗണിക്കുന്നുണ്ട്. ഇതാണ് തിരുവനന്തപുരത്തെ ഒരവസ്ഥ. യഥാർത്ഥത്തിൽ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളിലും കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളുമാണ് ഇപ്പോൾ NDAയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ചയോടുകൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ചൊവ്വാഴ്ചയോടുകൂടി NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും എന്നുള്ളതാണ് അനു നൽകിയ വിവരം.